എറണാകുളം തിരുവാങ്കുളത്തെ 4 വയസ്സുകാരി കല്യാണിയുടെ കൊലപാതകത്തിൽ അമ്മ സന്ധ്യയ്ക്കെതിരെ കൊലക്കുറ്റം ചുമത്തി. പ്രതി കുറ്റം സമ്മതിച്ചു. കുഞ്ഞിനെ കൊല്ലണമെന്ന ഉദ്ദേശം സന്ധ്യയ്ക്കുണ്ടായിരുന്നുവെന്ന് എഫ്ഐആർ പറയുന്നു. സന്ധ്യയ്ക്ക് മാനസിക പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നുവെന്ന ആരോപണം കുടുംബം തള്ളിക്കളഞ്ഞു. കൊച്ചന്തി ഇവിടുന്ന് വന്നപ്പോൾ തുടങ്ങി ചോദിച്ചു, കൊച്ചന്തി ഇരുട്ടത്തണം കയറി വന്നതോ 7 മണി കഴിഞ്ഞല്ല. അപ്പോൾ ഞാൻ പറഞ്ഞു കൊച്ചന്തി എന്ന് ചോദിച്ചു. മിണ്ടൂല. ഇവിടെ കയറി വന്നപ്പോൾ അച്ഛൻ ഇവിടെ ഇരിപ്പുണ്ട്. അച്ഛനെ ചോദിച്ചു, ഇവിടെ മിണ്ടൂല. മോളും ഉണ്ട്. ചോദിച്ചിട്ട് പറയണില്ല, ഒരു കൂസലും ഇല്ല. കൊച്ചൻ്റെ അച്ഛൻ ചോദിച്ചു പറയുന്നുണ്ട്, കൊച്ച് വണ്ടിയിൽ വെച്ച് കൊച്ചങ്ങടെ പോയെന്ന് കണ്ടില്ല. അങ്ങനെ പറഞ്ഞവള് വരും, എന്തെങ്കിലുമൊക്കെ പൈസയൊക്കെ മതി, വേറെ ഒന്നും വേണ്ട. അപ്പം ഞങ്ങൾ എന്തെങ്കിലും പൈസ എന്തെങ്കിലും വേണ്ടി കൊടുക്കും. എപ്പോഴും ഇല്ല, മാസത്തിലൊക്കെ. അങ്ങനെ ദേഷ്യം വരും. ദേഷ്യം വന്നാൽ ഭയങ്കര ഇതാണ്, അല്ലാണ്ട് വേറെ കുഴപ്പമൊന്നുമില്ല. ഇല്ല, അത് അങ്ങനെ കുഴപ്പമൊന്നുമില്ല. എന്തെങ്കിലും കാര്യത്തിൽ ഡോക്ടറെ കാണിക്കുന്നതിലും ചെയ്തായിരുന്നു? ഞങ്ങൾ ഈ ഇതിന് കൊച്ച് ഇനി ഇവിടെ അങ്ങോട്ട് വിടുന്നത് പിള്ളേരെ ഇവിടെ അടുത്താക്കിക്കൊണ്ട് ഞങ്ങൾക്ക് അങ്ങനെ പോകാൻ പറ്റില്ല. അതുകൊണ്ട് ഇവിടെ ഡോക്ടറെ കാണിക്കണമെന്ന് പറഞ്ഞെങ്കിൽ ദേഷ്യപ്പെടണമായിരുന്നോണ്ട് എന്തെങ്കിലും പറഞ്ഞാൽ അവൾ ദേഷ്യപ്പെട്ട് ഭയങ്കര ഇതാണ് അമ്മോടൊക്കെ. ഇവിടെ അങ്ങനെയൊന്നും ഉണ്ടായില്ല, അത്രയും കുഴപ്പമില്ല. ഇത് ഭർത്താവ് ഇത്തിരി കുടിക്കുകയൊക്കെ ചെയ്യും. പിന്നെ ഈ തല്ലും വഴക്കും എന്തെങ്കിലും പറയുമ്പോൾ അങ്ങനെ ഉള്ള ഇതാണ്. അവൻ സ്നേഹത്തിലല്ല. ആദ്യം ഇവിടുന്ന് വിളിച്ചോണ്ട് പോയി കടയിൽ പോകാമെന്ന് പറഞ്ഞ് വിളിച്ചോണ്ട് പോയിട്ട് ആദ്യം ഓട്ടോറിക്ഷ കയറി തിരുവാങ്കുളം വരെ പോയി. തിരുവാങ്കുളം വരെ പോയിട്ട് അവിടെ നിന്ന് പെട്ടെന്ന് ബസ്സിൽ വിളിച്ച് കയറ്റി. എന്നിട്ട് അങ്ങോട്ട് കൊണ്ടുപോയി. പിന്നെ ബസ്സിൽ നിന്ന് ഇറങ്ങാൻ പറ്റില്ലല്ലോ. അങ്ങോട്ട് കൊണ്ടുപോയിട്ട് പിന്നെ ഒരു ഐസ്ക്രീമൊക്കെ വാങ്ങി. ഐസ്ക്രീം വാങ്ങിയിട്ട് ഞങ്ങൾക്ക് ആ ബാത്റൂം കയറി അതിൻ്റെ ഉള്ളിൽ വിഷമൊക്കെ കലക്കി ഞങ്ങൾക്ക് തരാൻ നോക്കി. ഞാൻ എൻ്റെ അനിയത്തിനെ കൊണ്ട് പോകാൻ നോക്കിയപ്പോൾ അതിനെ അമ്മ ടോർച്ചും വെച്ച് തലക്കെട്ടടിച്ച് ഞങ്ങൾ രണ്ടുപേരെ. ഞങ്ങൾ എൻ്റെ പുറകുവശത്തെ കൂടെ ഇറങ്ങി ഓടി. ഞങ്ങൾ വളരെ പ്രതീക്ഷയോടെയാണ് നാട് കാത്തിരുന്നത്. കല്യാണി ജീവനോടെ മടങ്ങി വരും, കല്യാണിയെ കണ്ടെത്താൻ കഴിയുന്ന വിശ്വാസത്തിലായിരുന്നു. രാത്രി വൈകിയും 24 സംപ്രേഷണം തുടർന്നു. എന്നാൽ നാടിൻ്റെ കാത്തിരിപ്പുകളൊക്കെ വിപുലമാക്കി പുലർച്ചെ 2:20 മൂഴിക്കുളം പുഴയിൽ കല്യാണിയുടെ മൃതദേഹം കണ്ടെത്തുകയായിരുന്നു.